Hello guys, welcome to Sarah Gaming YT Live. എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മിറാമറാണ് കളിക്കുന്നത്. മിറാമർ കളിക്കുന്നതില് ഫസ്റ്റ് ഗ്രൂപ്പിലെ ഗോജോ കഴിഞ്ഞ മാച്ചിൽ ഏറ്റവും കൂടുതൽ കില്ലെടുത്ത പ്ലെയർ അവരുടെ ടീമുണ്ട്. സെക്കൻഡ് MGN, തേർഡ് DMR, ഫോർത്തില് PBZ ടീമാണുള്ളത്. ഫിഫ്തില് NES, ആറില് VRX ടീം, സെവൻതില് ഗോഡൽ റബ്ബർ ബാൾസിന്റെ ടീമാണ്. 8 MR TRM കഴിഞ്ഞ മാച്ചിലെ വിന്നേഴ്സ്. അവര് ടീം മാച്ച് കാഴ്ചവെച്ച ഒരു ടീം തന്നെയാണ്. നല്ലൊരു പ്ലേ കാഴ്ചവെച്ചു. ടീമിന്റെ ഒരു കവർ ഫയറും എല്ലാം അടിപൊളിയായിരുന്നു. അടുത്തത് റോയി, ബ്ലൈൻഡ്, ടോബി, സോറോ. ടീം സോറോയുടെ ടീമിൽ ഇന്ന് ടോബി ഉണ്ട്. അടുത്ത 10ാമത്തേല് ക്രിമിനൽ, എക്സ്പാനിങ് ഗെയിമിംഗ്, 11ല് IG കിഡ്, കോക്രോച്ച്. 12ല് ബാക്കി ഉച്ചിഹ ടീമിലെ രണ്ടുപേര് മാത്രമാണ്. മിറാമർ ഡൗൺലോഡ് ചെയ്തില്ല എന്ന് തോന്നുന്നു. 4ത്തില് TGZSന്റെ ടീം. 15ല് IG സ്ക്വാഡാണുള്ളത്. 16ല് ഐസൻ, ലിഫോബി, നിക്ക്. അവര് സ്ക്വാഡിന്ന് ഏലിയൻ എയ്സൻ പുതിയ പ്ലെയർ ആണ്. DRC ഉണ്ട്. അതിന്റെ ബാപ്പൂട്ടി ആൻഡ് ടീം. 20ല് CFX സ്പൈഡി ടീമാണ്. 20ല് CGE. 24ല് ഇസഡ് ടീമുണ്ട്. പൊറിഞ്ചു ആൻഡ് ടീം. സാന്റ, എക്സ്ഡൻ, മെട്രിക്സ് വേറൊരു പ്ലെയർ ആണ് കൂടെ ഉള്ളത്. 25ല് LXTയുടെ ടീമാണ്. ഓക്കെ ഗായ്സ്, ഫസ്റ്റ് ഫൈറ്റ് ആരെടുക്കും നമുക്ക് നോക്കാം. എല്ലാ ടീമും ലൂട്ടിങ്ങിലാണ്. എന്നാ പൊറിഞ്ചു ഇസഡ് തൊട്ടടുത്ത് തന്നെ 25, 24ഉം അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത്. പൊറിഞ്ചുവിന് നേരെ 25ലെ പ്ലേയേഴ്സ് അവർ ലൂട്ട് കഴിഞ്ഞ് നിൽക്കുന്നു. ഒരുവിധം ലൂട്ടായി നിൽക്കുന്നു. M4 PBZമായി ഷോർട്ട് റേഞ്ച്. നീഡ് വരുന്നു പൊറിഞ്ചുവിന് നേരെ. നീഡിന്റെ ശ്രമം. പൊറിഞ്ചു ആ ബിൽഡിങ്ങിലല്ല, പൊസിഷൻ വേറെയാണ്. സ്മോക്ക് ഇട്ട് ഫ്ലാങ്ക് ചെയ്യുന്നു. എന്നാ ഇസഡ് സാന്റയ്ക്ക് നേരെയൊക്കെ മോളി വരുന്നു. LXTയുടെ മോളി. ഗോൾഡും ഹിഫ്റ്ററും ഫ്ലാങ്ക് ചെയ്ത് റൈറ്റിലേക്ക് മാറുന്നു. റൈറ്റ് ചെയ്ത് വരുന്നു. അവര് പൊറിഞ്ചുവിനെ കണ്ടിരിക്കുന്നു. പൊറിഞ്ചു നോക്കാവുന്നു. ആദ്യത്തെ നോക്ക് പൊറിഞ്ചു ആകുന്നു. ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുക്കാൻ LXTയുടെ ഇസഡ് അവിടെ നോക്കാവുന്നു. രണ്ട് പ്ലേയേഴ്സ് നോക്ക്. PBZ വൈപ്പായിരിക്കുന്നു കേട്ടോ. PBZ വൈപ്പായി. 1 HP. ഹിസ്റ്റർ 1 HP ആവുന്നു. ഇസഡ് പ്ലെയറിനെ ഫിനിഷ് ചെയ്യുന്നു. ഇസഡ് സാന്റ മാത്രമാകുന്നു. ബാക്കി രണ്ട് പ്ലേയേഴ്സിൽ ഒരാള് നോക്ക് റിവൈവ് ചെയ്യുന്നു. എക്സ്റ്ററിനെ നോക്ക് റിവൈവ് ചെയ്ത് 25. 1 HP ആവുന്നു. 1 HP യിലേക്ക് സാന്റ
സാറിന്റെ 1 HP. അവര് 4 പേരുമുണ്ട്. 4 പേരും ഒരാളെ റിവൈവ് ചെയ്തിരിക്കുന്നു. എക്സ്റ്റേണിലേക്ക് വരുന്നു. എക്സ്റ്റേണില് ഹെൽമെറ്റ് ഇല്ല. ഹെൽമെറ്റ് ഇല്ലാത്ത കാരണം വീണ്ടും നോക്കാവുന്നു. പല വഴിക്കാവുന്നു. ഇതാ Z7 ടീം വൈപ്പ് ആവുന്നു. LXT Z7 വൈപ്പ് ആക്കുന്നു. മറ്റൊരിടത്ത് CGയുടെ പ്ലേയേഴ്സ് ലൂട്ടിങ്ങിലാണ്. അവരാണെന്ന് തോന്നുന്നു. ടീം 24-ന് സോറി DRC ആയിട്ടുള്ള ഫൈറ്റ് കഴിഞ്ഞിരിക്കുന്നു. സ്പൈഡി ആൻഡ് ടീം ഓ TRMുമായിട്ടുള്ള ഫൈറ്റ്. സ്പൈഡി ആൻഡ് ടീം ഓ സ്പൈഡി മിറ്റ്. TRMന്റെ ഒരു പ്ലെയർ ഇവിടെ നോക്കാണ്. എന്നാ നോക്ക് എടുക്കാനായിട്ട് TRMന്റെ പ്ലേയേഴ്സ് വരുന്നു. ദ്രോണ വരുന്നു. ദ്രോണ പുഷ് ചെയ്യുന്നു. എപ്പിക്ക് ഹീൽ ചെയ്യുന്നു. എപ്പിക്ക് മെഡടിക്കുന്നു. ഓ എപ്പിക്ക് ഓൺ ഫയർ. സ്പൈഡി ടീമിന്റെ 2 പ്ലേയേഴ്സ് മാത്രം നീഡ് വരുന്നു. സ്പൈഡിക്ക് നേരെ നീഡ്. തലനാരിയേക്ക് രക്ഷപ്പെടുന്നു സ്പൈഡി. വീണ്ടും നീഡ്. ജസ്റ്റ് മിസ്. വീണ്ടും രക്ഷപ്പെടുന്നു. എപ്പിക്ക് TRMന്റെ എപ്പിക്ക് അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ള ശ്രമം. എന്നാൽ TRMന്റെ നോക്ക്. 2 നോക്ക്. TRMന്റെ 2 പ്ലേയേഴ്സ് നോക്കിലാണ്. ദ്രോണ മാത്രമാകുന്നു സ്പൈഡി ടീമിലെ. TRMന്റെ ദ്രോണ സ്പൈഡി ടീമിനെ വൈപ്പാക്കുന്നു. ഇതാ ടീമിലെ ഓരോരുത്തരും ഓരോ കില്ലെടുത്ത് ഫുൾ ഫിനിഷിംഗ് 4 വരുന്നു. ഇതാ TRM വീണ്ടും ടീം പ്ലേ കാഴ്ചവെക്കുന്നു. അടുത്ത ഇവിടെ സൈക്കോക്കെതിരെയാണ്. എയ്സനോടെ ഫിനിഷായിരിക്കുന്നു. എന്നാ ടോക്കിയോയെ അവര് ഫിനിഷ് ചെയ്യുന്നു. നിക്കും ലീഫോപ്പിയും മാത്രം ഇവർ വേറെ ആയി പോകുന്നു. ടീം സെപ്പറേറ്റ് ആവുന്നു. നമ്പർ 6ലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ളത് ഫാൽക്കൺ. ഫാൽക്കൺ ഉണ്ട്. സൈറാക്സ് ഉണ്ട്. അവരെ സോറോ കേറിയില്ലെന്ന് തോന്നുന്നു കേട്ടോ. അവരെ സോറോ കേറാൻ പറ്റിയിട്ടില്ല. ഡോങ് ഫൈറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു. സൈറാക്സ് VRXന്റെ പ്ലെയർ ഫാൽക്കൺ 6 എക്സിറ്റ് അടിക്കാനുള്ള ശ്രമം. നിക്ക് ലിറ്റാവുന്നു. ഡബിൾ ബോളിന്റെ ബാൾസിന്റെ 3 പ്ലേയേഴ്സ് തീർന്നിരിക്കുകയാണ്. റബ്ബർ ബോൾ മാത്രം ബാക്കിയാകുന്നു. TRM ദ്രോണ ഉണ്ടാകുന്നു. TRM ദ്രോണ. അവരുടെ അടുത്ത് തന്നെ IG കിഡ് കോക്രോച്ച്. IG കിഡും കോക്രോച്ചിനും എതിരെ TRM വരുന്നു. തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഫൈറ്റ് എടുക്കുന്നില്ല.
NES വളരെയധികം കളിക്കുന്നു. നോർമലി അവർ നല്ല വെയിറ്റ് ചെയ്ത് കളിക്കുന്ന ടീമാണ്. MGN മാഡി ആൻഡ് ടീം സ്പൈഡറൊക്കെ MGNന്റെ സ്പൈഡറൊക്കെ വണ്ടി എടുത്ത് കറങ്ങുകയാണ്. ഫൈറ്റിലേക്ക് വരാനുള്ള ചാൻസ്. ടോബി ആൻഡ് ടീമും വരുന്നു. ഇതാ വണ്ടി എടുത്ത് വരുന്നു. കോക്രോച്ചും TRM കോക്രോച്ചിന്റെ അടുത്ത് തന്നെയാണ് TRMന്റെ സ്കോഡ് നിൽക്കുന്നത്. ഉച്ചിഹ ഫൈറ്റ് ഒന്നും എടുക്കുന്നില്ല. ഉച്ചിഹ സേഫായിട്ട് കളിക്കുന്നു. രണ്ടുപേരുള്ളത് കൊണ്ടാവാം വെയിറ്റ് ചെയ്ത് കളിക്കുന്നു. ലീഫ് OP നിക്കും വെയിറ്റ് ചെയ്യുന്നു. കവർ എടുത്ത് കളിക്കുന്നു. കോക്രോച്ച് IG കിഡ് അവരടുത്ത് തന്നെ TRMന്റെ സ്കോഡുണ്ട്. അവരെ കാണുന്നു. കിഡ് TRMന്റെ എപ്പിക്ക് കറങ്ങി വരികയാണ്. രണ്ട് സ്കോഡും അടുത്തുള്ളത് പരസ്പരം കിഡ് മാത്രമാണ് കണ്ടിട്ടുള്ളത്. കിഡ് മാത്രം ഒരു പ്ലെയറിനെ കണ്ടു. എന്നാ സേഫായിട്ട് കളിക്കാനുള്ള ശ്രമം, കവർ എടുക്കാനുള്ള ശ്രമം. ഇങ്ങനെ നിന്നാൽ ലെഫ്റ്റിലാണ്, കിഡിന്റെ ലെഫ്റ്റിലാണ് പ്ലെയർ ഉള്ളത്. കോക്രോച്ച് റോളക്സിന് അടുത്തേക്കാണ്. കോക്രോച്ചും ഫൈറ്റ് എടുക്കുന്നില്ല. രണ്ട് ടീമും കാണുന്നില്ല. ലീഫ് OP നിക്ക് വണ്ടി എടുത്തിരിക്കുകയാണ്. അവർ സേഫിലേക്ക് പോകാനുള്ള ശ്രമമാണ്. ബാപ്പുട്ടി ആൻഡ് MTL കാർലോ അവര് വെയിറ്റ് ചെയ്യുന്നു. ഫൈറ്റ് അങ്ങ് എടുക്കാതെ വെയിറ്റ് ചെയ്യാണ്. ടോബി ആൻഡ് ടീം വെയിറ്റ് ചെയ്ത് കളിക്കുന്നു. റോയി ബ്ലൈൻഡ് സോറോ, ടീം സോറോയിലെ പ്ലേയേഴ്സ് ആണിത്. TRMനെ സ്പോട്ട് ചെയ്ത് കോക്രോച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കോക്രോച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നു. കിഡ് സ്കോപ്പ് ചെയ്യുന്നു. TRMന്റെ പ്ലേയേഴ്സ് സോണിലേക്ക് വരുന്നു. ദ്രോണെ നോക്കി കോക്രോച്ച്, ദ്രോണെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ദ്രോണ നോക്കാവുന്നു. ദ്രോണെ ഫിനിഷ് ചെയ്യുന്നു. TRMന്റെ ദ്രോണെ ഫിനിഷ് ചെയ്യുന്നു കോക്രോച്ച്. കോക്രോച്ചിനെതിരെ ഫയർ ചെയ്യുന്നു. കവർ ഫയർ ചെയ്യാനുള്ള TRMന്റെ ശ്രമം ഫലം കാണുന്നില്ല. കോക്രോച്ച് ഫിനിഷ് ചെയ്യുകയാണ് ആ പ്ലെയറിനെ. നോക്കിടുന്നു. വെയിറ്റ് ചെയ്യുന്നില്ല. അന്നേരം തന്നെ ഫിനിഷ് ചെയ്യുന്നു. തൊട്ടടുത്ത് റോളക്സും എപ്പിക്കും ഉണ്ട്. റോളക്സ് ആൻഡ് എപ്പിക്ക്, റോളക്സിനും എപ്പിക്കിന് നേരെ കോക്രോച്ചിന്റെ നീഡ് വരുന്നു. എപ്പിക്, അയ്യോ അത് കറക്റ്റ് ആയിരുന്നു, പക്ഷെ ടൈമിങ് തെറ്റിപ്പോയി. ടൈമിങ്ങിലാണ്. അതെ, അത് കറക്റ്റ് ടൈമിംഗ് ആവാതെ അതെ എപ്പിക്ക് നോക്കാവുന്നു. കോക്രോച്ച് ഇതാ എപ്പിക്കിനെ നോക്കാക്കുന്നു.
ഒരു പ്ലെയർ കൂടി ബാക്കി. അത് ഫിനിഷ് ചെയ്യാൻ കിഡ് പുഷ് എടുക്കുന്നു. കിഡ് ഓ ഇതാ TRM കഴിഞ്ഞ മാച്ച്, കഴിഞ്ഞ നമ്മളെ ലൈവിലെ വിന്നേഴ്സ് TRM ഇതാ വൈപ്പ് ആവുന്നു. കിഡ് ആൻഡ് കോക്രോച്ച് അവരെ വൈപ്പ് ചെയ്യുന്നു. സോറ ടീമിലേക്ക് പോവാം. അവരിപ്പോഴും സേഫായി കളിക്കുന്നു. അവരുടെ അടുത്തേക്ക് ഫൈറ്റ് എടുക്കാനായിട്ട് ടീം എം ജി വരുന്നു. MGന്റെ ടീം സോറോയുടെ അടുത്തേക്ക് വരുന്നു. തൊട്ട് മുകളിൽ തന്നെ ഉണ്ട്. അതേ ഫൈറ്റ് എടുക്കാനുള്ള ശ്രമമാണ്. അല്ല, അവര് കറങ്ങി പോവുകയാണ് കേട്ടോ, കണ്ടില്ല. ഫൈറ്റ് എടുക്കണ്ട, സോണിൽ കയറാമെന്നുള്ളൊരു ഇതിലാണ് MGN ടീം പോകുന്നത്. റബ്ബർ ബാളിന് നേരെ സോറോ സോറോ റബ്ബർ ബാളിനെ നോക്കി വരുന്നു. റബ്ബർ ബാള് കവർ എടുത്തിരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്നു. ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുക്കാനായിട്ട് S12K M4 ലോങ് റേഞ്ച് അവരെ അടിച്ച് വിളിക്കുകയാണ്. റബ്ബർ ബോള് തൊട്ടടുത്ത് തന്നെ NESന്റെ പ്ലേയേഴ്സ് ഉണ്ട്. എന്നാ പുഷാകുന്നു. സോറോയും വെനമാണ് റബ്ബർ ബോളിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലാണുള്ളത്. റബ്ബർ ബോൾ സേഫ് ആയിട്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓ നീഡ്, റബ്ബർ ബോളിന്റെ നീഡ് സോറോയുടെ നേർക്ക് വരുന്നു. എഗെയിൻ വെനത്തിന് നേരെ. ഓ ജസ്റ്റ് മിസ്. റബ്ബർ ബോൾ ഫുഡ് കേൾക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലാണ് അവര്. റബ്ബർ ബോൾ വെയിറ്റ് ചെയ്യുന്നു. വെനം സോറോ തൊട്ടടുത്ത്. സോറോ ഫൈറ്റ് എടുക്കാൻ കേറുന്നു. ഇല്ല, റബ്ബർ ബോൾ ഒരൊറ്റ പ്ലെയർ മാത്രമേ ഉള്ളൂ. NES ടീം വൺ മാൻ ഷോ. അവിടെ സോറോ വെനം സോറോ ബാബ. ഇതിനകത്ത് NESന്റെ നിയോൺ ലോങ്ങിലാണ്. ബാബയും ലോങ് ആണ്. സ്നൈപ്പ് ചെയ്ത് കളിക്കാനുള്ള ശ്രമമാണ് സോറോ. MGN ടീം അവര് ഗോജോ ടീമിലെ ഗോജോ CG ടീം ഗോജോയ്ക്ക് ലിസ്റ്റ് കൊടുക്കുന്നു. അതേ കണക്കിന് റീപ്ലേക്ക് ലിസ്റ്റ് കൊടുക്കുന്നു. ടീം വണ്ണിലെ പ്ലേയേഴ്സ് LXT ഗോജോ LXT പ്ലേയേഴ്സ് നോക്കി പോകുന്നു. നോക്കി LXT. ഓഹോ, ചുഴലിക്കാറ്റ് വരുന്നു. ഓപ്പൺ വെക്കുവാണ്. ലൈറ്റ് പോകും. ഓപ്പണിലെ ലൈറ്റ് പോകുന്നതായിരിക്കും. എന്നാൽ അവര് സൈഡിലേക്ക് പോവുകയാണ്. ഓപ്പൺ ലൈറ്റിൽ മാറി. അത് ഫൈറ്റ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഫൈറ്റ് എടുക്കുന്നില്ല.
DRC തീരുന്നു, ബാപ്പൂട്ടി ആൻഡ് ടീം തീരുന്നു. Z7 MGN വളരെ സേഫ് ആയിട്ട് കളിക്കുന്നു. ഗോജോ ടീം ഫൈറ്റ് എടുത്തില്ല. അവര് വേറൊരു ടീമിന്റെ അടുത്തേക്ക് വരുന്നു. ലൈഫ് ഓഫ് ബി നിക്ക് അവരിവിടെയാണ്. ഇതാ നിക്കിന് ലിറ്റ് ആവുന്നു. നിക്ക് നോക്കാവുന്നു. ലൈഫ് ഓഫ് ബി വണ്ടി എടുത്തെങ്കിലും നിക്ക് നോക്കാവുന്നു. ഗോജോയും വിപ്ലേ LFTയും ഇതാ നിക്കിന് നേരെ നോക്കിട്ട ഉടനെ തന്നെ അവര് ഫൈറ്റിനെ ഫിനിഷ് ചെയ്യാൻ കയറുവാണ്. ഇത് ഫ്ലാങ്ക് ചെയ്ത് ഓ നിക്കിനെ ഫിനിഷ് ചെയ്യുന്നു. ലൈഫ് ഓഫ് ബി ഓ ഇതാ സാൻഡ്വിച്ച് ആവുന്നു. ലൈഫ് ഓഫ് ബിയെ സാൻഡ്വിച്ച് ആയിട്ട് അടിച്ച് തീർക്കുകയാണ്. ആ ഒരു ടീമേ വൈപ്പ് ആവുന്നു. ഗോജോ ആൻഡ് ടീം സോണിലേക്ക്. NESന്റെ പ്ലേ നോക്കിയാൽ NES സേഫ് ആയിട്ടാണ് ഉള്ളത്. തൊട്ടടുത്ത് പ്ലേയേഴ്സ് ഒന്നും ഇല്ല. വളരെ സേഫ് ആയിട്ടുണ്ട്. സേഫ് ആയിട്ടാണ് നിൽക്കുന്നത്. ഫാൽക്കൺ ആൻഡ് ടീമും വളരെ സേഫ് ആയിട്ടാണ് കളിക്കുന്നത്. തൊട്ടടുത്ത് പ്ലേയേഴ്സ് ഒന്നും ഇല്ല. അവര് സോണിലേക്ക് കയറാനുള്ള ശ്രമം, ജസ്റ്റ് സോണിൽ കയറി നിൽക്കുക എന്ന് പറഞ്ഞ് കളിക്കുന്നു. റോയി ആൻഡ് ടീം സോറോ. ടോബി തീരുന്നു. ടീം സോറോയിലെ ടോബി ബ്ലൈൻഡും ഫിനിഷ് ആവുന്നു. ബാക്കിയാവുന്നത് സോറോയും റോയിയും മാത്രം. അവര് സോണിലേക്ക് പോവുകയാണ്. ഫാൽക്കൺ, സെറാസ്, മൈസി എല്ലാം ജസ്റ്റ് സോണിൽ കയറി നെക്സ്റ്റ് സോണിലേക്ക് പോകാനുള്ള ശ്രമം. ബാൾസ് ടീം തീരുന്നു. സോറോ ആൻഡ് യുജീറ ഉച്ചിഹായുടെ ടീമാണ്. ഉച്ചിഹായുടെ ടീമും ഇതാ സോണിലേക്ക് വരുന്നു. NESന്റെ ടീമിന് നേരെ CGന്റെ പ്ലേയേഴ്സ് വരുന്നു. നീഡ് രണ്ട് ബിൽഡിങ്ങിനായി. NESന്റെ പ്ലേയേഴ്സും രണ്ട് ബിൽഡിങ്ങിലായി. ഓ അതെ, CGയുടെ പ്ലേയേഴ്സ് ഒരാള് ഒരു ബിൽഡിങ്ങിൽ പുഷ് ചെയ്യുന്നു. 4 പ്ലേയേഴ്സും ഇതാ ഓ സെറോയെ പുഷ് ചെയ്യാനുള്ള ശ്രമം. ഇതാ മിസ്റ്റർ സ്നാക്സ് നോക്കാവുന്നു. സിവിലിയൻ ഓ നീഡ് വരുന്നു. സിവിലിയൻ റിവൈവ് ചെയ്യാനുള്ള ശ്രമം നീഡിലൂടെ ഒഴിവാക്കുന്നു. ഓ ഇതാ സെറോ താഴെ ഇറങ്ങി ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുക്കാനുള്ള ശ്രമം. 1 HP ആവുന്നു. DBS ഫലമില്ലാതെ. ഓ ഇതാ വെനം നോക്കാവുന്നു. ബാബ നോക്കാവുന്നു. ഇതാ ടീം വൈപ്പ് ആവുന്നു. CGയുടെ പ്ലേയേഴ്സ് ഒരാള് നോക്ക്, ഒരാള് ഫിനിഷ് ആവുന്നു. എഡ്ജർ ഫിനിഷ് ആവുന്നു. സിവിലിയൻ നോക്കായിരുന്നു, റിവൈവ് ആക്കുന്നു. എന്നാൽ ഗോജോ ഒക്കെ തൊട്ടടുത്തുണ്ട്. ഗോജോ ഒക്കെ ടീം സോറോയ്ക്കെതിരെ ഫൈറ്റ് എടുക്കുന്നു. ലോങ് റേഞ്ച് CGN തൊട്ടടുത്തുണ്ട്. അതിനെ തൊട്ടടുത്ത് റോയി സോറോ. CGN ടീം അതേ കണക്കിന്
മൈസ്റ്റി ഫാൽക്കനൊക്കെ VRXന്റെ ഫാൽക്കൺ സൈറാക്സ് ഒക്കെ സേഫായി നിന്ന് കളിക്കുന്നു. അവര് സോണിലല്ല, സോൺ ഔട്ടിലാണ്. ഉച്ചിഹ, ടീം ഉച്ചിഹ, യുജീറോ സേഫായി കളിക്കുന്നു. അവര് നല്ല വെയിറ്റ്, 2 പ്ലേയേഴ്സ് ഉള്ളത് കൊണ്ടാവാം നല്ല വെയിറ്റ് ചെയ്ത് കളിക്കുന്നു. എക്സ്ട്രോൺ വെയിറ്റ് ചെയ്ത് കളിക്കുന്നു. മാക്സ്, അർജു, അക്കു ഒക്കെ വെയിറ്റ് ചെയ്ത് കളിക്കുന്നു. CGയുടെ പ്ലേയേഴ്സ്, CGയുടെ ഗോജയെ 1 HP ആക്കുന്നു. എന്നാൽ CGയുടെ പ്ലെയർ നോക്കാവുന്നു. സപ്പോർട്ട് കൊടുക്കുന്നില്ല, ലൂട്ട് ചെയ്യാനുള്ള CGയുടെ സിവിലിയന്റെ ശ്രമം. സിവിലിയൻ അല്ല, റൈസൻ അവിടെ ലൂട്ട് ചെയ്യായിരുന്നു. ആ ടൈമിലാണ് മിസ്റ്റർ സ്നാക്സ് ഫൈറ്റ് എടുത്തത്. എന്നാൽ ഗോജോയെ നല്ല 1 HP ഒരു ഫൈറ്റ് കൊടുത്തു. ഓ, ലോങ് റേഞ്ച് അടി വരുന്നു. അതെ, ഗോജോ TGSനെ ഇടുന്നു. TGX എന്നാ ഫിനിഷ് എടുക്കുന്നത് എക്സ്ട്രോൺ ആണ് ഫിനിഷ് എടുക്കുന്നത്. ഗോജോയുടെ വൈപ്പ് ഇട്ടത് അതോടെ എക്സ്ട്രോഡ് ഫിനിഷ് എടുക്കുന്നു. ഇവര് ഓരോരുത്തരെ നോക്കുവാന്ന് തോന്നുന്നു. CGനെ നോക്കുന്നു, അതേപോലെ എക്സ്ട്രോൺസിനെ നോക്കുന്നു. ഫാൽക്കൺ ടീം എല്ലാം അവിടെയാണ്. എല്ലാ ടീമിനെ അടിക്കുന്നത് ടീം 1 തന്നെയാണ്. മാക്സിമം കില്ലെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഗൂഗ്ലി, ഗോജോ പുഷ് ചെയ്യാണ്. ടീം സോറോ, റോയി നോക്കാവുന്നു. സോറോ ടീം സോറോ വീണ്ടും വൈപ്പാവുന്നു. ഇനിയുള്ളത് ടീം 22 46 നമ്പർ ഗോജോയുടെ ടീംസ് ആണുള്ളത് ബാക്കിയുള്ളത്. എന്നാൽ തൊട്ടടുത്ത് മാക്സ് ടീമിന്റെ അക്കുവിനെ നോക്കി തൊട്ടടുത്ത് ടീംസ് ഉണ്ട്. തൊട്ടടുത്ത് തന്നെ സൈറക്സ്, ഫാൽക്കൺ, മെസ്റ്റി എല്ലാം ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എന്നാ അവർക്ക് ബാക്കിൽ നിന്നുള്ള ഫൈറ്റ്, മാക്സിന്റെ ഒക്കെ ഫൈറ്റ് വരുന്നു. മാക്സ് നോക്കാവുന്നു. അർജു അവിടെ മാക്സിനെ റിവൈവ് ചെയ്യുമോ? റിവൈവ് ചെയ്യുന്നില്ല. അർജു ബാക്ക് ഇറങ്ങുന്നു. അവിടെ റിവൈവ് ചെയ്യായിരുന്നു. എന്നാൽ അർജു മാക്സിനെ റിവൈവ് ചെയ്യാതെ അർജു ബാക്ക് ഇറങ്ങുന്നു. അത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അവരുടെ അക്കൗണ്ടിനെ ഫിനിഷ് ചെയ്യുന്നു. മാക്സിനെ ഫിനിഷ് ചെയ്യുന്നു. ആ നോക്ക് ഫിനിഷ് എടുക്കുന്നു. അർജു മാത്രം നമ്പർ 14 അർജു മാത്രം ബാക്കിയാവുന്നു. ബോഗ്ലി നമ്പർ 1 ബോഗ്ലി നോക്കാവുന്നു. കവർ ഫയർ കൊടുക്കുന്നു. ഗോജോ കവർ ഫയർ, സിനു കവർ ഫയർ കൊടുക്കുന്നു. ഗോജോയും സിനു കവർ ഫയർ കൊടുക്കുന്നു.
സൈറാക്സിന് വി പ്ലേ അടിച്ചിരുന്നു. സൈറാക്സിന് ഫിനിഷ് ചെയ്യുന്നു. MRX ഫാൽക്കണും മൈസ്റ്റീനും സോണുമെല്ലാം സോൺ ഔട്ടിലാവുന്നു. ഇതാ മൈസ്റ്റി നോക്ക്. ഗോജോയ്ക്കൊക്കെ അഡ്വാൻറ്റേജ് സോൺ അവർക്കുള്ളത് കൊണ്ടാണ്. എന്നാൽ ഫാൽക്കന് നേരെ ബഗ്ഗി എടുത്ത് ഗോജോ ആൻഡ് ടീം വി പ്ലേ. ഇതാ അവര് ടീം ഫാൽക്കണെ വൈപ്പ് ചെയ്യുന്നു. ഇതാ നമ്പർ 1 ബൂഗ്ലി പ്ലേ, ഗോജോ, വി പ്ലേ, സിനു എന്നിവരാവുന്നു. എന്നാൽ CGയുടെ സിവിലിയൻ ഈ മാച്ചിലെ ഏറ്റവും ടോപ്പ് സ്കോറർ സിവിലിയൻ ആകുന്നു. 12 കില്ലാണ് എടുത്തിരിക്കുന്നത്. ഏറ്റവും നമ്മളെ റൂമിൽ തന്നെ ഏറ്റവും കൂടുതൽ കില്ലെടുത്തേക്കുന്ന സിവിലിയനാണ് ഇപ്പോൾ നിലവിൽ. നല്ല ഗെയിം കാഴ്ചവെച്ച സിവിലിയന് കൺഗ്രാറ്റ്സ്. ടീം ഗോജോ ആൻഡ് ടീമിനും വെൽ പ്ലേ. അത് കണക്ക് തന്നെ VRX സൈറാക്സ് 6 കില്ലെടുത്തിരിക്കുന്നു. ഫാൽക്കൻ 2, മൈസ്റ്റി 2, അവർ സെക്കൻഡ് ആവുന്നു. ഇവിടെ സിനു LSTയുടെ പ്ലെയർ. ഇന്ന് ടീം LXT വളരെ നല്ല ടീം പ്ലേ ആയിരുന്നു കാഴ്ചവെച്ചത്. അവര് സാവധാനം വെയിറ്റ് ചെയ്ത് ഫൈറ്റ് എടുക്കുന്നെങ്കിൽ ഒരുമിച്ച് കവർ ഫയർ ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഒരു പ്ലെയർ നോക്കായി കഴിഞ്ഞാൽ അന്നേരം കവർ ഫയർ കൊടുത്ത് അന്നേരം ഒരാൾ പോയി റിവൈവ് ചെയ്ത നല്ല രീതിയിലായിരുന്നു അവർ കളിച്ചത്. വെൽ ഡൺ, വെൽ പ്ലേ. MGന്റെ പ്ലേയേഴ്സ് നല്ല രീതിയിൽ നല്ല പുഷ് കൊടുത്ത് കളിച്ചു. കോക്രോച്ചും കിഡും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. അതേനൊക്കെ LXTയുടെ സെക്കൻഡ് ടീം അവരും നല്ല പ്ലേ ആയിരുന്നു. LXT അവര് 10ാം സ്ഥാനത്താണ്, പക്ഷെ അവർ ഫൈറ്റ് എടുത്തു. ഹിപ്സ്റ്റർ 5, അതേനൊക്കെ സൈനക്സ് 1, ഹൈപ്പോൺ, ക്ലൗഡ് 2 അവർ 2 കില്ല് വെച്ചെടുത്തു. നിക്ക് ലീഫോപ്പിയൊക്കെ ഫിനിഷ് ചെയ്യാതെ നല്ല ഫൈറ്റ് കാഴ്ചവെച്ച് റബ്ബർ ബോൾസ് ടീമിന്. അവരും TRM ഇന്ന് 13ാം സ്ഥാനത്തേക്ക്, കഴിഞ്ഞ മാച്ചിലെ വിന്നേഴ്സാണ് 13ാം സ്ഥാനത്തിലേക്ക്. എന്നാൽ നല്ല ഫൈറ്റ് ആയിരുന്നു അവർ കേട്ടോ. നല്ല ഫൈറ്റ് ടീം വർക്ക് കാഴ്ചവെക്കാനായിട്ട് ഇന്ന് പല ഏരിയയിലേക്കായിപ്പോയി. അവർ മാറി മാറി നിന്നത് കൊണ്ടാവാം. പാപ്പുട്ടി ആൻഡ് ടീം എല്ലാവരും നല്ല മാച്ചായിരുന്നു. Z7ന്റെ പൊറിഞ്ചു ഫസ്റ്റ് തന്നെ നോക്കായി. ഈ റൂമിലെ ഫസ്റ്റ് പൊറിഞ്ചു ആവുന്നു. PBZ ടീം. ഓക്കെ ഗൈസ്, സൈനിങ് ഔട്ട്. സെറോസ് ഗെയിമിംഗ്. നെക്സ്റ്റ് ലൈവിൽ കാണാം. ലൈവ് എല്ലാവരും ഒന്ന് നമ്മളെ വീഡിയോസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ ഗൈസ്.